നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. വിദ്യാഭ്യാസം തിരിച്ചറിവിന് എന്ന പ്രമേയവുമായി കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിനും ഇഫ്താർ സംഗമവും ചക്രക്കൽ ഗോകുലം ലക്സസ് ഹാളിൽ നടത്തി. സംഗമം മുസ്ലിം ലീഗ് ധർമ്മടം മണ്ഡലം ജനറൽ സെക്രട്ടറി ഷക്കീർ മൗഞ്ചേരി ഉദ്ഘാടനം ചെയ്തു. ഞങ്ങൾ പോലീസുകാരെ വിചാരിച്ചാൽ മാത്രം നമുക്ക് ഇവിടുന്ന് ലഹരിനെ തുടച്ചു നീക്കാനാവില്ല. കാരണം നമ്മുടെ കാലഘട്ടം മാറി. മുൻകാലഘട്ടങ്ങളിൽ ഇത് നേരിട്ട് ഡയറക്റ്റ് കൊടുത്തിട്ട് പൈസ വാങ്ങുന്നതും അതുപോലെ തന്നെ കൊണ്ടു കൊടുത്തിട്ട് അപ്പൊ നമുക്ക് അറിയാൻ പറ്റും, കൊണ്ടു കൊടുക്കുന്നതും വാങ്ങുന്നതും ആൾക്കാരെ തിരിച്ചറിയാൻ പറ്റും. ഇപ്പൊ കാലം മാറി. ഇപ്പൊ സോഷ്യൽ മീഡിയ വഴിയായി, ഓൺലൈൻ വഴിയായി വ്യാപാരം. അപ്പൊ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സാധനങ്ങള് മയക്കുമരുന്നായാലും ഡ്രഗ്സ് ആയാലും ഇവര് ഓരോ സ്ഥലത്ത് എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ട് അതിന്റെ ഫോട്ടോ എടുത്തിട്ട് വാട്സപ്പിൽ അയച്ചു കൊടുക്കും. എന്നിട്ട് ആ വാട്സപ്പിൽ ലൊക്കേഷൻ ഇവർക്ക് അയച്ചു കൊടുക്കും ആവശ്യക്കാർക്ക്. ആ ലൊക്കേഷനിൽ പോയിട്ട് ഇന്ന സ്ഥലത്ത് വെച്ചിട്ടുണ്ടെന്ന് പറയും. അതിന് മുന്നേ ഇവർക്ക് പൈസ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ ആരാ കൊടുക്കുന്നത് ആരാ വാങ്ങുന്നത് എന്നൊന്നും പോലീസിനും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ നിങ്ങൾ ജനങ്ങളും പോലീസോട് സഹകരിച്ചാൽ മാത്രമേ നമുക്ക് ഇതിന് ഈ വിപത്തിനെ ഈ നമ്മുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായാലും നമ്മളെ മക്കളെ, നമ്മളെ കുടുംബത്തിൽ നിന്ന് തന്നെ അതിനുള്ള ഒരു മുന്നൊരുക്കം നടത്തുക. നമ്മളെ മക്കളെ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ ആദ്യം അപ്പുറത്തെ വീട്ടിലെ കുട്ടീനെ പറയാം ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ നമ്മളും നമ്മളെ കുട്ടികളെ അവരെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം. എം.എ. ബഷീർ അധ്യക്ഷത വഹിച്ചു. KATF സംസ്ഥാന ഓർഗനൈസിംഗ് സെക്രട്ടറി KP ബഷീർ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. ചക്രക്കൽ സ്റ്റേഷൻ SI K സനീഷ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. കത്തി ഹാഫിൽ ജംഷീർ അഹമ്മദ് ഇഫ്താർ സന്ദേശം നൽകി. മഹേഷ് ചെറിയകണ്ടി, ഹബീബ്, CVK റിയാസ്, ഇസ്മയിൽ, P ലിജിൻ, ഇസുദ്ദീൻ നിസാമി, ഷാക്കിർ സഖാഫി, E ഫൈസൽ, E അബ്ദുൽ സലാം, KP ഷറഫുദ്ദീൻ, SH ശിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, സിറ്റി ന്യൂസ്.